മകരവിളക്കിന് ഇനി 2 നാൾ. അയ്യപ്പനെ തൊഴാനും മകരജ്യോതി ദർശനത്തിനുമായി ഭക്തലക്ഷങ്ങൾ ശബരിമലയിലേക്ക്. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കും. എരുമേലി പേട്ട സംഘങ്ങളും ഇന്ന് സന്നിധാനത്തെത്തും. സന്നിധാനത്ത് നിന്ന് രജിത് കുമാറും പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവും ചേരുകയാണ്. ആദ്യം കണ്ണൻ ദേവിലേക്ക് പോവുകയാണ്. കണ്ണൻ, മകരവിളക്കിന് ഇനിയിപ്പോൾ അധിക സമയമില്ല, 2 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര ഉച്ചയോടെയല്ല ഇന്നിപ്പോൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കുക. കണ്ണനിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. രജിത്തുണ്ട് സന്നിധാനത്ത് നിന്ന്. രജിത്ത്, മകരവിളക്കിന് ഇനിയിപ്പോൾ 2 നാൾ മാത്രം ബാക്കി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ ശബരിമലയിൽ? ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 2 ദിവസമായി അധികൃതരുടെ ഏകോപന യോഗമടക്കം പൂർത്തീകരിച്ചുകൊണ്ട് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ തന്നെയും ഇന്ന് വൈകിട്ടോടുകൂടി ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം മകരവിളക്ക് ദർശിക്കുന്നതിനായി അയ്യപ്പ ഭക്തർ തുടർച്ചയായി വന്നിട്ടുള്ള അയ്യപ്പ ഭക്തരുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ തങ്ങുന്ന അയ്യപ്പ ഭക്തരുണ്ട്. ഒപ്പം തന്നെ ഇനി മകരവിളക്ക് ദർശിക്കുന്നതിന് ഈ 2 ദിവസങ്ങളിലായി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുണ്ട്. അവരെ എല്ലാവരെയും തന്നെ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് സന്നിധാനത്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏകദേശം 2 ലക്ഷത്തോളം, 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് മാത്രം മകരവിളക്ക് ദർശിക്കുന്നതിന് എത്തുമെന്നാണ് പോലീസും ദേവസ്വം ബോർഡും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 1600 പോലീസുകാരാണ് സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതലകൾ വഹിച്ചു പോകുന്നത്. അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. ഏകദേശം 400 പോലീസുകാരെ കൂടി മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഇവിടേക്ക് നിയോഗിക്കുമെന്ന് നേരത്തെ തന്നെ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെയാണ് തിരുവാഭരണം കടന്നു വരുന്ന വഴികളിലടക്കം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 14-ാം തീയതി 3 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തുന്നത്. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് അധികൃതർ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തുകയാണ്. തുടർന്ന് 18-ാം പടി കയറി തിരുവാഭരണം ശ്രീകോവിലേക്ക് തന്ത്രിക്കും മേൽശാന്തിക്കും കൈമാറുന്നതോടുകൂടി ദീപാരാധന, തുടർന്ന് ഇവ ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയും അതിനുശേഷം മകരവിളക്ക് ദർശനവുമാണ് ഉണ്ടാവുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോഴും അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പർണശാലകൾ കെട്ടിക്കൊണ്ട് അയ്യപ്പ ഭക്തർ ഇവിടെ തന്നെ തങ്ങുകയാണ്, മകരവിളക്ക് ദർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ. അതുകൊണ്ട് തന്നെ ഈ 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഈ സന്നിധാനത്ത് നിന്നും മകരവിളക്ക് ദർശനം നടത്തിയതിന് ശേഷം തിരികെ പോകുന്നതിനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വഴികളിൽ ഏകദേശം 3ഓളം പ്രത്യേകം വഴികൾ നിലവിലുള്ള പ്രധാന വഴി കൂടാതെ 2 വഴികൾ പമ്പയിലേക്ക് പോകുന്നതിനായി മരക്കൂട്ടം വരെ പമ്പയിലേക്ക് പോകുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇവാക്വേഷൻ നടപടികളടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ നടപ്പാക്കിയിരിക്കുന്നു എന്നതാണ്. അവയിൽ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമായ സൗകര്യങ്ങളും കുടിവെള്ള സൗകര്യങ്ങളടക്കം അയ്യപ്പ ഭക്തർക്ക് ലഭ്യമാക്കുന്നതിനും ഭക്ഷണമടക്കം ലഭ്യമാക്കുന്നതിനുമുള്ള നടപടികൾ നിലവിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് മകരവിളക്കിനായുള്ളൊരു കാത്തിരിപ്പാണ്. അന്ന് തന്നെ മകരസംക്രമ പൂജയുണ്ട്. അത് വൈകിട്ട് 3 മണിയോട് കൂടി മകരസംക്രമ പൂജയുണ്ട്. അതിനുശേഷമാണ് നിലവിൽ മകരവിളക്കിലേക്ക് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം നടയടച്ചതിന് ശേഷം അയ്യപ്പ ഭക്തരെ കടത്തിവിടില്ല സന്നിധാനത്തേക്ക്. ഒപ്പം തന്നെ നിലവിൽ തിരുമുറ്റത്തേക്കോ അല്ലെങ്കിൽ മാളികപ്പുറത്തേക്കോ അയ്യപ്പ ഭക്തരെ കടത്തിവിടാതെ ഇവിടം ശുചീകരിച്ച് വൃത്തിയാക്കി തുടർന്ന് മകരസംക്രമ പൂജയും കഴിഞ്ഞതിന് ശേഷം മകരവിളക്കിനോടനുബന്ധിച്ച് മാത്രമേ അയ്യപ്പ ഭക്തരെ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ എന്ന നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ പോലീസ് നൽകിയിട്ടുള്ളത്. എന്തിനായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടരുന്നു. ഒപ്പം തന്നെ ചടങ്ങുകൾ, മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. മായ, രജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കണ്ണൻ ദേവ് കൂടി ചേരുകയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. കണ്ണൻ, തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിക്കില്ലേ?
അതേമായ ഇന്ന് ഉച്ചയോടെ പന്തളത്തു നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. രാവിലെ അതിന്റെ ഭാഗമായി രാവിലെ തന്നെ ഈ തിരുവാഭരണം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണം വലിയ വൈദ്യ ക്ഷേത്ര ശ്രീകോവിലിന്റെ മുന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഭക്തർക്കായുള്ള ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ തിരുവാഭരണങ്ങൾ കണ്ടുകൊള്ളാൻ വലിയ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരും അതുപോലെ മറ്റ് ഭക്തരും അടക്കം നിരവധി പേരാണ് ഈ പന്തളം വലിയ വൈദ്യ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പന്തളം കൊട്ടാരത്തിലെ പുനർജന്മ നാരായണവർമ്മയാണ് ഇത്തവണ രാജപ്രതിനിധിയായി ഘോഷയാത്ര നയിക്കുക. അദ്ദേഹം ഇന്ന് ഉച്ചയോടെ ഈ ഘോഷയാത്ര ഇവിടെ നിന്നും ആരംഭിച്ചു. ഇത്തവണ പുതിയതായി ചുമതലയേറ്റ മരുതമല ശിവൻകുട്ടി സ്വാമിയാണ് ഗുരുസ്വാമിയായി. മരുതമല ശിവൻകുട്ടി സ്വാമിയുടെ നേതൃത്വത്തിലുള്ള 26 പേടക വാഹകസംഘമാണ് ഈ തിരുവാഭരണ പേടകങ്ങൾ വഹിക്കുന്നത്. ഇവർക്ക് സഹായികളായി 4 പേരടക്കം 30 പേരാണ് ഇത്തവണ ഈ തിരുവാഭരണം സന്നിധാനത്ത് എത്തിക്കുന്നതിനുള്ള ചുമതലയുള്ളത്. ഒപ്പം രാജപ്രതിനിധിയുടെ 12 അംഗ പല്ലക്ക് വാഹക സംഘം ഉണ്ടാകും. ഏതായാലും രാവിലെയാണ് ഈ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങിയത്. അതായത് പന്തളം വലിയ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ശ്രീകോവിലിൽ പോയിട്ട് ഉടവാൾ പന്തളം വലിയ തമ്പുരാന് കൈമാറും. ഈ വലിയ തമ്പുരാൻ ഈ ഉടവാൾ രാജപ്രതിനിധി കൈമാറുന്നതാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുക. ആ സമയത്ത് പരന്തുകൾ വട്ടമിട്ട് പറക്കും. ഈ സമയത്താവും ഇവിടെ നിന്ന് പന്തളത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കുക. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ യാത്ര ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും അതുപോലെ മറ്റ് ഹൈന്ദവ സ്ഥാപനങ്ങളും സന്ദർശിച്ച് വൈകുന്നേരത്തോടെ ഇന്ന് വൈകിട്ട് ഇടപ്പാവൂർ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. അത് ഇന്ന് വൈകുന്നേരം ഇടപ്പാവൂർ ദേവീക്ഷേത്രത്തിലായിരിക്കും തങ്ങുക. അതിനുശേഷം വിശ്രമം കഴിഞ്ഞ് നാളെ രാവിലെ യാത്ര വീണ്ടും തുടർന്ന് നാളെ വൈകിട്ട് ലാഹ സത്രത്തിൽ എത്തിച്ചേരും. അവിടെയാണ് നാളെ വൈകുന്നേരം ലാഹ സത്രത്തിലാണ് വിശ്രമിക്കുക. അതിനുശേഷം 3-ാം ദിവസം പുലർച്ചെ കാനനപാതകളിലൂടെ യാത്ര തുടർന്ന് ഉച്ചയോടെ പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തും. തുടർന്ന് രാജപ്രതിനിധി ഇവിടെ വിശ്രമിക്കും. അതിനുശേഷം 3 മണിയോടെ ആയിരിക്കും ഇവിടെ നിന്നും പമ്പയിൽ നിന്നും യാത്ര മരക്കൂട്ടത്തിൽ എത്തുക. പിന്നെ അവിടെ നിന്നും സ്വീകരിച്ച് ശബരിമലയിൽ എത്തുകയും മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പന് ഈ തിരുവാഭരണങ്ങൾ ചർച്ചയുള്ള പൂജയും ഒക്കെ ആയിരിക്കും നടക്കുക. അതായത് രാവിലെ ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പന്തളത്ത് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഭക്തരാണ് ഈ തിരുവാഭരണം കണ്ടുപോകാൻ ഇവിടേക്ക് എത്തുന്നത്. മായ കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സന്നിധാനത്ത് നിന്ന് രജിത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. മകരവിളക്കിന് ഇനി 2 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ.